നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് ഗൈഡ് സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗൂഗിളിന്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഫോണിന്റെ വിശേഷമാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. ഗൂഗിളിന്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും പുതിയ മൊബൈൽ ഫോണാണ് ഗൂഗിൾ 6, അതുപോലെ തന്നെ ഗൂഗിൾ 6 Pro. ഡിസ്പ്ലേയുടെ ഭാഗത്തുമാണെങ്കിൽ 6.7 ഇഞ്ചാണ് ഗൂഗിൾ പിക്സൽ 6 Proയുടെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 6.4 ഇഞ്ചാണ് ഗൂഗിൾ 6ന്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. 120 നിറ്റ്സ് ആണ് 6 Proയുടെ റിഫ്രഷ് റേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 90 നിറ്റ്സ് ആണ് ഗൂഗിൾ പിക്സൽ 6ന്റെ റിഫ്രഷ് റേറ്റ് വന്നിരിക്കുന്നത്. ഫുൾ HD+ LED ഫ്ലൂയിഷ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നിലും പിന്നിലുമായി ഗൊറില്ല ഗ്ലാസിന്റെ വിക്ടറിന്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ IP680 വാട്ടർ പ്രൂഫ് റെസിസ്റ്റന്റ് സംവിധാനം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 8.9 ആണ് ഇതിന്റെ തിക്നെസ് വന്നിരിക്കുന്നത്. 6 Proയുടെ വെയിറ്റ് വന്നിരിക്കുന്നത് 210 ഗ്രാമും അതുപോലെ തന്നെ 6ന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 207 ഗ്രാമും. ഒരല്പം വെയിറ്റ് കൂടിയ ഫോണാണെന്ന് പറയാം. ഇതിന്റെ ക്യാമറയുടെ ഭാഗത്തുമാണെങ്കിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 12 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ, 48 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ എല്ലാത്തിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മികച്ച ക്യാമറ ഇമേജ് ആണ് ഈ ഫോണിൽ ലഭിക്കുന്നത് എന്ന് ഗൂഗിൾ അവകാശപ്പെടുന്നു. മുൻഭാഗത്തെ ക്യാമറ വന്നിരിക്കുന്നത് 12 മെഗാ പിക്സലാണ്. വേറെയും ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ഫോണിൽ ക്യാമറയുടെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രോസസർ സൈഡിൽ നോക്കിയാൽ ഗൂഗിളിന്റെ സ്വന്തം പ്രോസസറായ ടെൻസർ പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെക്യൂരിറ്റിക്ക് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയി കൈകാര്യം ചെയ്യുന്ന പ്രോസസറാണ്. അതായത് സെക്യൂരിറ്റി ഈ മൊബൈൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. മാത്രമല്ല നോർമൽ പ്രോസസറിന് ബദലായി മറ്റൊരു കോ പ്രോസസറും കൂടി ഇതിൽ കൊടുത്തിരിക്കുന്നു. അതിന്റെ പേരാണ് ടൈറ്റൻ M2. പ്രത്യേക സ്പെഷ്യലൈസേഷൻ ആയിട്ടാണ് ഈ പ്രോസസർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോണിന്റെ മറ്റു കാര്യങ്ങൾ നോക്കിയാൽ സ്റ്റീരിയോ സ്പീക്കർ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ 3 മൈക്രോഫോൺ വന്നിരിക്കുന്നു. Wi-Fi 6 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ബ്ലൂടൂത്ത് 5.2 വന്നിരിക്കുന്നു. അതുപോലെ തന്നെ NFC നൽകിയിട്ടുണ്ട്. 5G മൊബൈൽ ആയതുകൊണ്ട് തന്നെ 20ഓളം 5G ബാൻഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. LPDDR5X റാം, അതുപോലെ തന്നെ UFS 3.1 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് ടൈപ്പും റാം ടൈപ്പും. ഫോണിന്റെ സിം വരുന്നത് ഡ്യുവൽ സിം ആണ്. ഒരു സിമ്മും നാനോ സിമ്മും അതുപോലെ തന്നെ മറ്റു സിമ്മ് ഈ സിമ്മും ആണ്. ബാറ്ററിയുടെ ഭാഗത്തുമാണെങ്കിൽ 6 Proയിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 6ൽ വന്നിരിക്കുന്നത് 4614 mAh ആണ്. രണ്ടിലും 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 21 അതുപോലെ തന്നെ 23 ആണ് ഇതിന്റെ വയർലെസ് ചാർജ് വന്നിരിക്കുന്നത്. ഈ മൊബൈൽ 6ഓളം കളറിൽ ലഭ്യമാണ്. ഗൂഗിൾ 6 Pro വന്നിരിക്കുന്നത് 12GB റാം, അതുപോലെ തന്നെ 256GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 512GB സ്റ്റോറേജ് വന്നിരിക്കുന്നു. 6ലാണെങ്കിൽ 8GB റാം, അതുപോലെ തന്നെ 12GB റാം. ഇതിന്റെ സ്റ്റോറേജ് വന്നിരിക്കുന്നത് രണ്ടും കൂടി 256GB സ്റ്റോറേജ് ആണ്.